സംഗമഗ്രാമ നാട്യരംഗമിതാ സംഗമഗ്രാമ നാട്യരംഗമിതാ ശതകാർത്ഥസംഗമം ആഘോഷിപ്പൂ തുംഗശോഭം തുംഗശോഭം സ്വാഗതം 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 അടുത്തതായിട്ട് നമ്മുടെ ബഹുമാന്യരായ കവിയുടെ പ്രഭാഷണമാണ്. അദ്ദേഹത്തെക്കുറിച്ച് വായനക്കാരും കേൾവിക്കാരുമായ ആളുകളൊക്കെ തന്നെ സാമാന്യമായ നല്ല അറിവുണ്ട്. മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയരായ കവികളിൽ പ്രമുഖ സ്ഥാനം വഹിക്കുന്ന മാന്യദേഹമാണ് പി രാമനെന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ വംശത്തിൽ പ്രായം കൊണ്ടല്ല പരിചയം കൊണ്ടൊരു ശിശുവാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പല സ്ഥലങ്ങളിലുള്ള കാവ്യാലാപനം കേൾക്കാനും കവിത വായിക്കാനുമൊക്കെ ചെറിയ തോതിലെങ്കിലും അവസരമുണ്ടായതിൽ എനിക്കും സന്തോഷമുണ്ട്. ഈ സദസ്സിലുള്ള ആളുകളും അതുപോലെ തന്നെയുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. അദ്ദേഹം തൻ്റെ സാഹിത്യ ജീവിതം കൊണ്ട് ധാരാളം പുരസ്കാരങ്ങൾ, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, മഹാകവി പി പുരസ്കാരം, അയ്യപ്പൻ പുരസ്കാരം, ദേശാഭിമാനി പുരസ്കാരം, തമ്പി പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ സാഹിത്യ ജീവിതത്തിനിടയിൽ അർഹത നേടിയിട്ടുണ്ട്. മികച്ച അധ്യാപകൻ മാത്രമല്ല, കവിത ആലപിക്കുന്നതിലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക രീതിയിലുള്ള ആലാപന വിശേഷത കൊണ്ട് ആസ്വാദകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാനും അവർ കലാപരമായി തന്നെ ആ കാര്യങ്ങൾ ഭംഗിയായി ചെയ്യാനും കഴിയുള്ള ഒരു മഹനീയ വ്യക്തിത്വമാണ് ഏറെ അറിയപ്പെടുന്ന കവി ശ്രീ പി രാമൻ എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ പറ്റി കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സന്തോഷപൂർവ്വം ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ മന്നൂർ ഗുരുകുലത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത്. കൂടിയാട്ടം പല അരങ്ങുകളിൽ പല സ്ഥലങ്ങളിൽ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിലും ഇവിടെ ഞാൻ വന്ന് കാണുകയുണ്ടായിട്ടില്ല. ഈ ഗുരുകുലത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അത് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ അർത്ഥം എനിക്ക് അരങ്ങ് പരിചയം വളരെ കുറവാണ് എന്നുകൂടി സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കഴിഞ്ഞ കുറേ കാലമായി സാഹിത്യകൃതികൾ വായിക്കുകയും പഠിക്കുകയും അവയെക്കുറിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ടെങ്കിലും കഥകളിയെക്കുറിച്ച് അല്ലെങ്കിൽ നളചരിതം പോലൊരു കൃതിയെക്കുറിച്ച് ഞാൻ മുമ്പ് സംസാരിക്കുകയുണ്ടായിട്ടില്ല എവിടെയും. ഈ അരങ്ങു പരിചയം കുറവാണ് എന്നുള്ളൊരു അധൈര്യം എനിക്ക് എപ്പോഴും ഉണ്ട്. സത്യത്തിൽ എന്തിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴും, ഇപ്പോൾ കവിതയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ തന്നെയും പൂർണ്ണമായി എനിക്ക് അറിയാത്ത ഒന്നിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് എന്നുള്ള ഒരു ആത്മവിശ്വാസക്കുറവ് എനിക്ക് എന്തിനെക്കുറിച്ച് പറയുമ്പോഴും ഉണ്ട് എന്നുള്ളതാണ് സത്യം. പൂർണ്ണമായി അറിയാത്ത ഒന്നിനെക്കുറിച്ചാണ് കവിതയെക്കുറിച്ചാണെങ്കിൽ പോലും. എന്നിരിക്കെ അരങ്ങുപരിചയം താരതമ്യേന വളരെ കുറവാണ്
എന്നത് തീർച്ചയായിട്ടും ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളുടെ ബലം ഒരു പക്ഷേ കുറച്ചേക്കും എന്ന് ഞാൻ ഭയക്കുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ ഇവിടെ വന്നത്, എന്നെ ഇതിന് ചുമതലപ്പെടുത്തിയത് ആദ്യം ഞാൻ ബഹുമാനിക്കുന്ന മലയാളത്തിലെ പ്രഗത്ഭനായ അധ്യാപകനും നിരൂപകനുമൊക്കെയായ കാലടി സർവകലാശാലയിലെ എൻ അജയകുമാർ മാഷാണ്. മാഷ് എന്നെ വിളിച്ച് ഇങ്ങനെ നളചരിത്രത്തെക്കുറിച്ച് രാമൻ സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്തോ എനിക്ക് നളചരിത്രത്തെക്കുറിച്ച് എന്തോ ഒരു കാര്യം ഒരു പക്ഷേ പറയാനുണ്ടാവാം എന്ന് മാഷ് വിചാരിക്കുന്നതായി ഞാൻ കരുതുകയും അത് ആ ഒരു ആത്മവിശ്വാസം, മാഷ് അങ്ങനെ എന്നെ ചുമതലപ്പെടുത്തിയതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിൽ ആണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ഈ ദിവസം എന്ന് പറയുന്നത് വളരെ നമുക്കൊക്കെ മനപ്രയാസമുള്ള, എല്ലാ മലയാളികൾക്കും മനപ്രയാസമുള്ളൊരു ദിവസമാണ്. കേരളത്തിൻ്റെ മഹാഗായകൻ, ഇരിങ്ങാലക്കുടക്കാരൻ ആയ പി ജയചന്ദ്രൻ വേർപാടിൻ്റെ ഒരു വേദന നമ്മുടെയൊക്കെ ഉള്ളിൽ ഉണ്ട് തീർച്ചയായിട്ടും. പി ജയചന്ദ്രൻ്റെ പാട്ടുകളെക്കുറിച്ച് പറയാനും ഞാൻ ആളല്ല തീർച്ചയായിട്ടും. പക്ഷേ നമുക്കൊക്കെ പരിചയമുള്ള, പെട്ടെന്ന് പി ജയചന്ദ്രൻ എന്ന് പറയുമ്പോൾ എല്ലാ മലയാളികളും ഓർമ്മിക്കുന്ന ചില പാട്ടുകളുണ്ട്. അപ്പം അതിലൊരു വളരെ പ്രശസ്തമായിട്ടുള്ളൊരു പാട്ട് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഇറങ്ങിയ ഒരു സിനിമയിലെ പാട്ടാണ്. ഹർഷബാഷ്പം തൂകി അല്ലേ, വർഷപഞ്ചമി വന്നു എന്ന് തുടങ്ങുന്ന ആ വളരെ പ്രശസ്തമായിട്ടുള്ള പാട്ട്. ഇന്ദുമുഖി അല്ലേ, ഇന്ദുമുഖി എന്ന് തുടങ്ങുന്ന ആ പാട്ട്. ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു അല്ലേ എന്ന് തുടങ്ങുന്ന ഇന്ദുമുഖി എന്നുള്ള വാക്കുകൾ മനസ്സിൽ നിൽക്കുന്നു. ഇത് ഓരോ മലയാളിയുടെയും മനസ്സിൽ നിൽക്കുന്ന ഒരു പാട്ടാണ്. വേറൊരു പാട്ട് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒന്ന് രണ്ട് പാട്ടുകൾ പറയുന്നു. ഏകാന്ത പഥികൻ ഞാൻ എന്നുള്ള ഗാനം, എനിക്ക് തോന്നുന്നു ഹർഷബാഷ്പം തൂകി എന്നുള്ള പാട്ട് ഭാസ്കരൻ മാഷ് എഴുതി നമ്മുടെ സ്വാമി സംഗീതം പകർന്ന പാട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നീലാംബരി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ പാട്ടാണ്. വേറൊരു പ്രശസ്തമായിട്ടുള്ള പാട്ട് ഭാസ്കരൻ മാഷ് തന്നെ എഴുതിയ ഉമ്മാച്ചു എന്നുള്ള പടത്തിലൊരു പാട്ടുണ്ട്, ഏകാന്ത പഥികൻ ഞാൻ എന്ന് തുടങ്ങുന്ന ഒരു പാട്ട്. ഏകാന്ത പഥികൻ ഞാൻ അല്ലേ എന്ന് തുടങ്ങുന്ന വളരെ പ്രശസ്തമായിട്ടുള്ളൊരു പാട്ടുണ്ട്. ഈ പാട്ടുകൾ ഞാനിപ്പോൾ അവിടെ അനുസ്മരിച്ചത് നളചരിത്രത്തിലേക്കൊന്ന് കടക്കാൻ വേണ്ടി തന്നെയാണ്, എൻ്റെ വെറുതെ പറഞ്ഞതല്ല. അപ്പം ഈ രണ്ട് ഗാനങ്ങൾ എടുത്തു നോക്കിയാലും അവ എന്തുകൊണ്ടാണ് മലയാളി നെഞ്ചോട് ചേർത്ത് പിടിച്ചത്? ഇന്നത്തെ തലമുറയും ആ പാട്ട് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു, പഴയ തലമുറയും അതെ ഒരുപോലെ ഈ പാട്ട് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു. അതെന്തുകൊണ്ടായിരിക്കാം എന്നുള്ള ഒരു ചോദ്യം. തലമുറകൾ കഴിഞ്ഞിട്ടും ഈ പാട്ട് നമ്മൾ കേൾക്കുന്നു. ഞാൻ വിചാരിക്കുന്നത് അതിലടങ്ങിയ ഭാവുകത്വത്തിൻ്റെ ചില സവിശേഷതകളാണ് അതിന് കാരണം. പ്രണയമുണ്ട് തീർച്ചയായിട്ടും അല്ലേ, പ്രണയം ഇതിനൊരു ഒരു ഒരു കലർപ്പുണ്ട് ഇതിൽ. പ്രണയം, ഏകാന്തത, വിഷാദം, ഇതിൻ്റെയൊക്കെ ഒരു കലർപ്പ് ഈ രണ്ട് ഗാനങ്ങളിലുണ്ട്. ഏകാന്തപഥികല്ല, ഏകാന്തത വളരെ കൂടുതലാണ്. എവിടെ നിന്നെത്തി എന്നറിയില്ല, എവിടേക്ക് പോകുന്നു എന്നറിയില്ല. അത് മനുഷ്യൻ്റെ വലിയൊരു ഏകാന്തതയായിട്ട് മാറുന്നുണ്ട്. ഈ പ്രണയം, വിഷാദം, ഏകാന്തത എല്ലാം ചേർന്ന മധുരമായ ഒരു, മധുരം എന്നും വിളിക്കാൻ പറ്റില്ല, മധുരവും അതിനകത്തൊരു ഒരിറ്റ് കയ്പുമുണ്ട്. ഇരിങ്ങാലക്കുടയിൽ ദീർഘകാലം ജോലി ചെയ്ത വൈലോപ്പിള്ളിയുടെ കവിതയിലുള്ളതുപോലെ മധുരവും ഒരിറ്റ് കയ്പും ഉണ്ട് തീർച്ചയായിട്ടും. അല്ലെങ്കിൽ കൈപ്പറ്റയിലെ മധുരം പോലെ അല്ലേ, അങ്ങനെയും പറയാം. ഒരു രസം ഈ ഗാനങ്ങളിൽ ഒക്കെ ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ രണ്ട് പാട്ടിലുണ്ട് ഈ ഒരു ഭാവുകത്വം. ഈ ഭാവുകത്വത്തിൻ്റെ കേന്ദ്രം എന്ന്
ഞാൻ പറയുക അതിൻ്റെ ഒരു വൈയക്തികതയാണ്. അതിൻ്റെ ഒരു വൈയക്തികതയാണ്. ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്നുണ്ടാവുന്ന വികാരങ്ങൾ, ആലോചനകൾ, വൈയക്തികത ഇങ്ങനെ ഉണർന്നു വരികയാണ് ഈ പാട്ടിൽ. ഇതാണ് ഈ ഭാവുകത്വത്തിൻ്റെ പ്രത്യേകത. ഈ ഭാവുകത്വം കേരളക്കരയിൽ പടർത്തിവിട്ട മഹാകവിയാണ്, ആദ്യത്തെ മഹാകവിയാണ് ഉണ്ണായി വാര്യർ. ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ ഭാവുകത്വം ഇന്നും നിലനിൽക്കുന്നു, ഇന്നും നമ്മളെ വശീകരിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് പി ജയചന്ദ്രൻ പാടിയ ഈ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ 2 പാട്ടുകൾ. ഈ വൈയക്തികത ഉണ്ണായി വാര്യർക്ക് മുമ്പും തീർച്ചയായിട്ടും ചെറിയ രീതിയിലൊക്കെ ഉണ്ടാവാം. ഇപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത് മലയാളത്തിൻ്റെ കവിതയുടെ ചരിത്രം എടുത്തു നോക്കിയാൽ, മലയാള കവിതയുടെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സംഘകാല കവിതയിലേക്കൊക്കെയാണ് ചെല്ലുക, അതവിടെ നിൽക്കട്ടെ. സംഘകാല കവിതകളിൽ പ്രേമ കവിതകളൊക്കെ ധാരാളം ഉണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ്. പക്ഷെ മലയാളം വേർതിരിഞ്ഞു പോരാൻ തുടങ്ങിയ കാലം തൊട്ടുള്ള രാമചരിതം പോലെയൊക്കെയുള്ള ഒരു കൃതി തൊട്ടിങ്ങോട്ടും എടുത്താൽ 12-ാം നൂറ്റാണ്ടാണ് രാമചരിതം എന്നുള്ള കൃതിയുടെ കാലം എന്ന് കണക്കാക്കിയിട്ടുണ്ട്. ഏതാണ്ട് അവിടുന്ന് ഇങ്ങോട്ട് എടുത്താൽ സംഘശബ്ദങ്ങളാണ് നമ്മുടെ സാഹിത്യത്തിൽ ഉടനീളം കേട്ടത്. സംഘശബ്ദങ്ങളാണ് കേട്ടത് മുഴുവൻ. ഇപ്പോൾ പാട്ട് ഞാനിപ്പോൾ പറഞ്ഞ രാമചരിതം തന്നെ അത് വായിക്കുമ്പോൾ എനിക്ക് രാമചരിതം വായിക്കുമ്പോഴൊക്കെ ഒരു സംഘം പിന്നിൽ നിന്നിങ്ങനെ പാടുന്ന പോലെയും അരങ്ങിലെന്തോ നടക്കുന്നത് പോലെയുമാണ് തോന്നാറ് രാമചരിതം വായിക്കുമ്പോഴൊക്കെ. മലയാളത്തിലെ ആദ്യത്തെ കവിതയാണ്. ഞാൻ വെറുതെ ഒരു മാതൃകയ്ക്ക് കുറച്ച് വരികൾ ഈ രാമചരിതത്തിൽ നിന്ന് വെറുതെ വായിക്കാം. 4 വരി മാത്രം. വരവേറും രാമായണത്തിൽ 164 അധ്യായമുണ്ട്. അതിൽ 38ാമത്തെ ഒരു അധ്യായമാണ്. വരവേറും കവികൾ ശത്രു വരും വഴി നോക്കി നോക്കി, കരങ്ങളിൽ മരവും കല്ലും കനത്ത മാമലയുമേന്തി. യുദ്ധാണ്, രാമരാവണ യുദ്ധാണ്. നിരന്നുപോയി നിന്ന നേരം വൻനഗരത്തിൽ നിന്ന് തരം തരം വന്നണഞ്ഞു പുകഴെന്തും നിശാചരനണഞ്ഞ നേരം നിരന്ന കവി വീരന്മാർ വിചാരമില്ലടരിൽ ശത്രു വെളിപ്പെടുമ്പോഴെന്നോർത്ത് അശേഷവും മുടിക്കുമാറ് അടിച്ചടിച്ചിട്ടു താഴെ അശോകം പൂത്തവിടമെല്ലാം അണിഞ്ഞ പോലായിതെങ്ങും. ഇങ്ങനെ പോവാണ്. ഇങ്ങനെ ഓരോ രാക്ഷസ നായകനും വന്ന് യുദ്ധം ചെയ്യുന്നു, അവരെ വാനരവീരന്മാരെ എതിർക്കുന്നു. ആ സംഘട്ടനമാണ്. യുദ്ധം മാത്രമാണ്, പ്രണയമില്ല ഇതിൽ. യുദ്ധം മാത്രമേ രാമചരിതത്തിലുള്ളൂ എന്നുള്ളതാണ്. ഈ വൃത്തം ഇപ്പം ഞാൻ ചൊല്ലിയ ഈ രാമായണത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള വൃത്തമാണിത്. ഈ വൃത്തം പിന്നീട് എഴുത്തച്ഛനിൽ കാണുന്നേ ഇല്ല കേട്ടോ. പിന്നെ നമ്മൾ ഈ വൃത്തം കാണുന്നത് കുഞ്ചൻ നമ്പ്യാരിലാണ്. കല്യാണ വാരി രാശി കല്ലോല ജാലം പോലെ അർത്ഥകേക എന്നാണ് AR രാജരാജവർമ്മ അതിന് പേരിട്ടിട്ടുള്ളത് ഈ വൃത്തത്തിന്. രാമായണത്തിൽ പോലുള്ള കൃതികളിൽ കാണാം. എന്തായാലും ശരി, ഞാൻ പറഞ്ഞത് വേറൊന്നിനുമല്ല, ഒരു സംഘശബ്ദമാണ്. രാമായണം വായിക്കുമ്പോഴൊക്കെ ആരോ ഗായകർ പിന്നിൽ നിന്ന് പാടുന്നുണ്ടെന്നും ഇവിടെ എന്തോ ഒരു പെർഫോമൻസ് നടക്കുന്നുണ്ടെന്നും എനിക്ക് തോന്നാറുണ്ട്. രാമചരിതം അങ്ങനെ പെർഫോം ചെയ്തിരുന്നോ എന്നതിന് ചരിത്രത്തിൽ നിന്ന് തെളിവുകളൊന്നും ഇതുവരെ കിട്ടിയിട്ടുമില്ല. ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ശരി, നമ്മുടെ അതേ കാലത്ത് തന്നെ മണിപ്രവാള കൃതികൾ എടുത്തു നോക്കിയാൽ മണിപ്രവാള കൃതികളും അതെ വ്യക്തിത്വമില്ലാത്ത സംഘശബ്ദങ്ങളാണ്. മണിപ്രവാള നായകന്മാർ, ഇപ്പോൾ ഉണ്ണിയച്ചി നായികമാർ, ഉണ്ണിയച്ചി, ഉണ്ണിച്ചിരുദേവി, അങ്ങനെയൊക്കെയുള്ള മണിപ്രവാള നായികമാരുണ്ട്. അസംഖ്യം നായികമാരെ കുറിച്ച് ചെറിയച്ചി, കൗണോത്തര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെക്കുറിച്ചൊക്കെയുള്ള സ്തുതിഗീതങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിനൊന്നും വൈയക്തികതയ്ക്ക് വലിയ പ്രാധാന്യമില്ല.
അപ്പൊ സന്ദേശകാവ്യങ്ങളുണ്ട്. പുണ്ണുനീരി സന്ദേശത്തിലൊക്കെ പഴയ മട്ടിലുള്ള വിപ്രലംഭ ശൃംഗാരം നമുക്ക് കാണാം, വായിക്കാം. പക്ഷെ അത് വളരെ സാങ്കേതികമായിട്ടുള്ള ഒരു വിപ്രലംഭ ശൃംഗാരമായിട്ടേ നമുക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ. നളചരിതത്തിലുള്ള പോലുള്ള വിപ്രലംഭ ശൃംഗാരം, വൈയക്തികതയിൽ ഊന്നിക്കൊണ്ടുള്ള വിപ്രലംഭ ശൃംഗാരം നമുക്കൊരിക്കലും ഈ പഴയ മണിപ്രവാള കൃതികളിലെ വിപ്രലംഭ ശൃംഗാരത്തിൽ കിട്ടുകയേയില്ല, അനുഭവിക്കാനേ കഴിയില്ല. ഈ സംഘശബ്ദങ്ങളാണ് മുമ്പുണ്ടായിരുന്നത്. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. അതിൽ നിന്നും മാറി പ്രണയത്തിനൊന്നും അതിൽ വലിയ സ്ഥാനമൊന്നുമില്ല കേട്ടോ. പ്രണയത്തിന് എനിക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞു സംഘകാല കൃതികളിൽ അകം കവിതകളിൽ പ്രേമകവിതകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ മലയാളം വേറൊരു ഭാഷയായി മാറിയതിന് ശേഷം എനിക്ക് തോന്നുന്നു രാധാകൃഷ്ണ പ്രേമാണ് കുറച്ച് നമ്മുടെ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിലൊക്കെ നമ്മളെ വശീകരിക്കുന്ന ഒരു ഭാഗം. അതിൽ വേറെ പലതും ഉണ്ട്, രുക്മിണി, കൃഷ്ണൻ, സത്യഭാമ കഥകളൊക്കെ ഉണ്ടെങ്കിലും രാധാകൃഷ്ണ പ്രേമം, ഗോപികമാരുമൊത്തുള്ള കൃഷ്ണൻ്റെ പ്രേമ ഗാഥകൾ നമ്മളെ വശീകരിക്കും, നമ്മളെ സ്പർശിക്കും. എഴുത്തച്ഛനിൽ അങ്ങനെ ഉണ്ടോ? എഴുത്തച്ഛനിൽ രാമായണം ഇതിലൊന്നും അങ്ങനെ ഒരു പ്രേമ സന്ദർഭങ്ങൾ, പ്രണയം നമ്മളെ തൊടുന്ന സന്ദർഭങ്ങൾ, പ്രണയ കഥകളൊക്കെ പറയുന്നുണ്ട്. മഹാഭാരതത്തിലൊക്കെ ധാരാളം പ്രണയ കഥകൾ പറയുന്നുണ്ട്. ശകുന്തള കഥ അല്ലെ, ശകുന്തളോപാഖ്യാനം, നളോപാഖ്യാനുണ്ട്. മഹാഭാരതത്തിലെ നളോപാഖ്യാനം ഡ്രൈ ആയിട്ടുള്ള വരണ്ട നളോപാഖ്യാനാണ്. ഇത്ര വരണ്ട ഒരു നളോപാഖ്യാനം വേറെ എവിടെയും കാണില്ല എഴുത്തച്ഛൻ്റെ മഹാഭാരതത്തിലെ. വ്യാസഭാരതമല്ല ഞാൻ പറയുന്നത്, വ്യാസഭാരതത്തിൽ വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ള നളകഥ. എഴുത്തച്ഛൻ ഇതിലെ വരട്ടി പറയാൻ പറ്റില്ല, അത്രയും വരണ്ട ശൈലിയിലാണ് എഴുത്തച്ഛൻ കഥ പറഞ്ഞ് പോവുകയാണ്. ഞാനത് വായിക്കുന്നില്ല, ആ ഭാഗം വായിച്ച സമയം കളയുന്നില്ല. എന്തായാലും ശരി, എഴുത്തച്ഛൻ പിന്നെയും പറഞ്ഞിട്ടുള്ള ഒരു എഴുത്തച്ഛൻ്റെ കൃതിയിലെ എനിക്ക് രസമായി തോന്നിയിട്ടുള്ള പ്രേമ കഥ എന്ന് പറയുന്നത് കചദേവയാനി കഥയാണ്. അതൊരു ഒരു 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 ആടിയിടുന്നവനിലും പാടിയിടുന്നവനിലും ഗൂഢമാം നാരീവൃത്തം മറയ്ക്കുന്നവനിലും ഇഷ്ടമായുള്ള വസ്തു പറയുന്നവനിലും ഇഷ്ടമായതു തന്നെ കൊടുക്കുന്നവനിലും കണ്ഠഭൂഷണമെല്ലാം അണിയുന്നവനിലും കണ്ടാൽ നല്ലവനിലും കേളിയുള്ളവനിലും ഉണ്ടാകുമല്ലോ മധുവാണിമാർക്കനുരാഗം ഉണ്ടല്ലോ ഗജന് ഏവമാതിയാം ഗുണമെല്ലാം. അത് ദേവയാനി ഗജൻ പ്രണയം അങ്ങ് തള്ളി പറയുമ്പോൾ ദേവയാനിയുടെ ഭാവം മാറുന്നതൊക്കെ എഴുത്തച്ഛൻ വളരെ ഗംഭീരമായിട്ട് പറയുന്നുണ്ട്. പണ്ഡിതനായ ഗജൻ ഖണ്ഡിച്ചു പറഞ്ഞപ്പോൾ കുണ്ടത്തിൽ ആദ്യം വീണ കണക്കേ ദേവയാനി. പ്രണയം നിരസിക്കപ്പെടുന്ന ഭാഗമാണല്ലേ കുറച്ചുകൂടി എഴുത്തച്ഛന് വഴങ്ങുന്നത് എന്ന് നമുക്ക് തോന്നും, പ്രണയഭാഗത്തേക്കാൾ കൂടുതൽ. ആ നിരസിക്കുന്ന ഭാഗമല്ലേ എഴുത്തച്ഛന് കൂടുതൽ വഴങ്ങുന്നത് തോന്നും. പണ്ഡിതനായ ഗജൻ ഖണ്ഡിച്ചു പറഞ്ഞപ്പോൾ കുണ്ടത്തിൽ ആദ്യം വീണ കണക്കേ ദേവയാനി. കുണ്ടലമണ്ഡിതമം ഗണ്ഡമണ്ഡല രസത്തുണ്ടവും പ്രചണ്ഡമാമുന്നത സ്തനങ്ങളും കണ്ണുനീർ കൊണ്ടു നനച്ച് അംഗവും വിയർത്തവൾ കണ്ണുകൾ ചുവപ്പിച്ച് ദേഹവും വിറപ്പിച്ച് ചണ്ഡധീതിരിയുടെ മണ്ഡലം പൊങ്ങും പോലെ ചണ്ഡിക മഹിഷനെ കണ്ടതു നേരം പോലെ തന്നുടെ മനോരഥം വരാഞ്ഞ് കോപം പൂണ്ട് നിന്നുടെ വിദ്യയെല്ലാം നിഷ്ഫലമാക എന്നാൾ. എഴുത്തച്ഛൻ പറഞ്ഞിട്ടുള്ള പ്രേമകഥകളിലെ ഒരല്പം എൻ്റെ വായനക്കാരൻ എന്നുള്ള നിലയിൽ എൻ്റെ മനസ്സിനെ സ്പർശിച്ചിട്ടുള്ള ഒരു ഭാഗം ഇത് മാത്രമാണ്. പക്ഷെ മഹാഭാരതത്തിൽ അത് വലിയ സ്ഥാനമൊന്നുമില്ല. അതിൽ പിന്നീട് എനിക്ക് തോന്നുന്നു 15-ാം നൂറ്റാണ്ടിലൊക്കെയാണ് നളകഥ വരുന്നത്. നളകഥ മലയാള സാഹിത്യത്തിൽ വരുന്നത് കേട്ടോ. മലയാള സാഹിത്യത്തിൽ ഇപ്പോൾ മണമംഗലത്ത് നാരായണ നമ്പൂതിരിയുടെ അല്ലേ, അദ്ദേഹം നമ്മുടെ നാട്ടുകാരനാണ്. ഊരകം അല്ലെ, ഊരകത്തെ അമ്മയെ സ്തുതിച്ചുകൊണ്ടാണ് 51 അക്ഷരാളി കലിത തനുലതേ എന്ന് തുടങ്ങുന്ന ഊരകത്തമ്മ സ്തുതിയോടുകൂടി ആണ് അത് ആരംഭിക്കുന്നത്. നമുക്കറിയാം. ഭാഷാ നൈഷധ ചമ്പു, ഇതിലാണ് നളകഥ ആദ്യമായിട്ട് തെളിമയോടുകൂടി വരുന്നത്. പക്ഷെ അവിടെയും ഒരു പരിധി വരെ ഭാഷാ നൈഷധ ചമ്പുവതെ രംഗത്ത് ആടിയിരുന്നു എന്ന് ഒരു വാദമുണ്ട്. രംഗത്ത് ആടിയിരുന്നു, പാഠകമായിട്ടോ ഒക്കെ രംഗത്ത് ആടിയിരുന്നു എന്ന് ഒരു വാദം. അതിൽ നിന്ന് തന്നെ ചില തെളിവുകളൊക്കെ എടുത്തുകൊണ്ട്
വിദ്യാസാരസ്യ രാശേ സഭൈലിഹ ഭാന്തം സഖേ കണ്ഠനേരം എന്നൊക്കെയുള്ള വരികളൊക്കെ എടുത്ത് പണ്ഡിതന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തായാലും ശരി, വൈയക്തികത, ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്നത് ഈ സംഘശബ്ദങ്ങളൊക്കെ അപ്പുറത്ത് ഇൻഡിവിജ്വാലിറ്റി മലയാള കവിതയിൽ ആദ്യം വരുന്ന ഒരു കൃതി എന്ന് പറയുന്നത് ജ്ഞാനപ്പാനയാണ്. പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയിലാണ് 17-ാം നൂറ്റാണ്ടിൽ പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയിലാണ് വ്യക്തി അയാളുടെ വിഷാദം, അയാളുടെ ഒരു ലോകം, അല്ലേ, അയാളുടേതായ അയാളുടെ മാത്രമായിട്ടുള്ള ഒരു എന്താ പറയുക താത്വിക വിചാരങ്ങളും അയാളും അയാളുടെ അനുഭവ ലോകവും അതിൻ്റെ സെൻട്രൽ അയാളാണല്ലോ, അതിൻ്റെ കേന്ദ്രത്തിൽ അയാളാണ്. അയാളുടെ ഒരു ഏകാന്തതയും, കുടിയല്ല പിറക്കുന്ന നേരത്തും കുടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിന് നാം വൃഥാ, ആ ഒരു മധ്യ നിലയുണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ ഇടയിൽ നിൽക്കുന്ന ഒരു ഇടയിൽപ്പെട്ട മനുഷ്യൻ്റെ നിൽപ്പ് ജ്ഞാനപ്പാനയിൽ കാണാം. ഈ ഏകാകിത, ഈ ഇൻഡിവിജ്വാലിറ്റി, ഈ പ്രണയം മലയാളത്തിൽ ആദ്യമായി ഒരു തരംഗ സ്വഭാവത്തിൽ അവതരിപ്പിച്ച കൃതിയാണ് നളചരിതം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദീർഘകാലം നീണ്ടു നിന്നൊരു ഭാവുകത്വം സ്ഥാപിച്ച കൃതി ആണ് നളചരിതം ആട്ടക്കഥ എന്നാണ് എൻ്റെ ഒരു വായനയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ ഭാവുകത്വം ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒരു ഭാവുകത്വം ചിലപ്പോൾ 200, 300, 400 കൊല്ലമൊക്കെ നിലനിന്നേക്കാം ഒരു ഭാവുകത്വം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ചങ്ങമ്പുഴ കവിത നമുക്ക് അറിയാം. ചങ്ങമ്പുഴ കവിതയുടെ ഒരു രീതി നമുക്കറിയാം. രമണൻ, അല്ലേ, മദനൻ, ആ കഥകളൊക്കെ നമുക്കറിയാം. ചങ്ങമ്പുഴ കവിതയുടെ സംഗീതാത്മകത, വിഷാദം നമുക്ക് സുപരിചിതമാണ്. ചങ്ങമ്പുഴ കവിതയുടെ ഭാവുകത്വം ഞാൻ വേറൊരു ഇതിലേക്ക് അങ്ങോട്ട് പെട്ടെന്നൊന്നും മാറുകയാണ്, വേറൊന്നുമല്ലാതെ ചങ്ങമ്പുഴ കവിതയുടെ ഭാവുകത്വം ഇതിൻ്റെ വേരന്വേഷിച്ച് പോയാൽ നമ്മൾ എത്തുക ഒരുപക്ഷെ നളചരിതത്തിലോ ഒക്കെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ തീർച്ചയായിട്ടും 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഉണ്ണായി വാര്യർ 18-ാം നൂറ്റാണ്ടിൽ തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അതിനുശേഷം ഉണ്ണായി വാര്യരുടെ കാലത്തിന് ശേഷം 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തിരുവിതാംകൂറിൽ ജീവിച്ചൊരു രാജാവുണ്ട്, കലാരസികനായ രാജാവ്, സ്വാതി തിരുനാൾ, അല്ലേ. സ്വാതി തിരുനാളിൻ്റെ പദങ്ങളുണ്ട്. സ്വാതി തിരുനാൾ നൃത്തം ചെയ്യുന്നതിനൊക്കെ വേണ്ടി എഴുതിയ പദങ്ങൾ, പല ഭാഷകളിലുള്ള പദങ്ങളുണ്ട്. മലയാള പദങ്ങൾ ഇപ്പോൾ അളിവേണി, എന്ത് ചെയ്യൂ, അല്ലേ, അങ്ങനെയൊക്കെയുള്ള പദങ്ങൾ, അല്ലെങ്കിൽ അലർശര പരിതാപം, ഇങ്ങനെയൊക്കെയുള്ള പദങ്ങളിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചങ്ങമ്പുഴ കവിതയിലെ അതേ കലർപ്പ് നമുക്ക് അവിടെ കാണാൻ പറ്റും. വിഷാദം, കുറച്ച് ശൃംഗാരം, നിരാശ, ചെറിയൊരു പ്രതീക്ഷ, സംഗീതം, ഇതൊക്കെ ചേർന്നിട്ടുള്ള നിരാശ, വിഷാദം, സംഗീതാത്മകത, ഒരു നേർത്ത പ്രതീക്ഷ, ഇതൊക്കെ ചേർന്നിട്ടുള്ള ഒരു ഭാവുകത്വം ചങ്ങമ്പുഴ കവിതയിലുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കാണാവുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ സ്വാതി തിരുനാളിൻ്റെ പദങ്ങൾ. സ്വാതി തിരുനാളിൻ്റെ പദങ്ങൾ വളരെ പോപ്പുലറുമായിരുന്നു. ഒരുപക്ഷെ ചങ്ങമ്പുഴ തീർച്ചയായിട്ടും ഇത് കേട്ടിട്ടുണ്ടാവുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ചങ്ങമ്പുഴയെ സ്വാധീനിച്ചിട്ടുണ്ട് മച്ചാട്ടുകളെ ഇതിൻ്റെ കൈകൊട്ടിക്കളി പാട്ടുകളെ പോലെ. മാത്രമല്ല ചങ്ങമ്പുഴ ഉപയോഗിച്ചിട്ടുള്ള രമണൻ, മദനൻ എന്നൊക്കെയുള്ള വാക്കുകളുണ്ടല്ലോ. രമണൻ എന്നുള്ള വാക്ക് ചങ്ങമ്പുഴയ്ക്ക് കിട്ടിയത് സ്വാതി തിരുനാളിൻ്റെ പദങ്ങളിൽ നിന്നാണ്. സ്വാതി തിരുനാളിൻ്റെ പദങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളാണ് രമണൻ, മദനൻ. സ്വാതി തിരുനാൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള വാക്ക് ഏതറിയോ? ഞാൻ എണ്ണി നോക്കിയിട്ടുണ്ട്. മലയാള വാക്കുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള വാക്ക് എന്ത് ചെയ്യൂ എന്നുള്ള വാക്കാണ്. എന്ത് ചെയ്യൂ, സത്യത്തെ അങ്ങേരുടെ ഒരു അവസ്ഥ തന്നെ ഇരുന്നത് എന്ത് ചെയ്യൂ. കാരണം ഒരു ഭാഗത്ത് ബ്രിട്ടീഷ് മേധാവികൾ, അല്ലേ, ഇപ്പുറത്ത് രാജ്യാധികാരം, ഇതിനെ എങ്ങനെയാണ് ഒത്തൊരുമിപ്പിച്ച് കൊണ്ടുപോകേണ്ടത്. അദ്ദേഹത്തിന് ഇൻഡിവിജ്വാലിറ്റി ഉള്ള ഒരു രാജാവായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് പുരോഗമനപരമായ ആശയങ്ങൾ ഉണ്ടായിരുന്നു, അല്ലേ, കലാരസികത ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും ബ്രിട്ടീഷുകാർ സമ്മതിക്കുന്നില്ല.
റെസിഡന്റാണ് ഭരണം നിർവഹിക്കുന്നത് ഒരർത്ഥത്തിൽ. ഇയാൾ പാവ മാത്രമാണെന്ന് ഇങ്ങേർക്ക് ബോധ്യമാണ്, രാജാവിന് ബോധ്യമാണ്. ആ നിലയാണ് സത്യത്തിൽ ആ എന്തു ചെയ്യൂ എന്നുള്ള പ്രയോഗത്തിലുള്ളത്. എല്ലാ പാട്ടിലും ആ വിലാപം നമുക്ക് കേൾക്കാം, എന്തു ചെയ്യൂ എന്നുള്ള വിലാപം കേൾക്കാം. ഞാനിതിവിടെ പറഞ്ഞത് ഇങ്ങനെ ഈ ഒരു രാജാവിൻ്റെ കഥ തന്നെയല്ലേ സത്യത്തിൽ നളചരിതം എന്നൊരാശയം മുന്നോട്ട് വയ്ക്കാൻ വേണ്ടിയാണ്. ഞാൻ ആദ്യം പറഞ്ഞു, സംഘശബ്ദത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വ്യക്തിശബ്ദം ആദ്യമായിട്ട് ഉണർന്നു കേട്ട കൃതിയാണ് നളചരിതം എന്ന് പറഞ്ഞു. ഒരു വ്യക്തിശബ്ദം ആദ്യമായിട്ട് പ്രബലമായിട്ട് സ്ഥാപിക്കപ്പെട്ട ഒരു കൃതിയാണ് നളചരിതം. ഒരു വ്യക്തിയുടെ പ്രണയത്തിന് മറ്റ് നളചരിതത്തിന് മുമ്പുണ്ടായ കൃതികളിൽ ഒന്നുമില്ലാത്ത സ്ഥാനം നളചരിതത്തിലുണ്ട്. പ്രേമ താമര വിരിയുന്നത് നമുക്ക് ഇങ്ങനെ ശരിക്കും അനുഭവിച്ചറിയാം അല്ലെ. പ്രേമ താമര ഇങ്ങനെ വിരിഞ്ഞ് വിരിഞ്ഞ് കന്ദർപ്പൻ അതിൻ്റെ കന്തമിട്ട് അതിങ്ങനെ വിരിഞ്ഞ് വിരിഞ്ഞ് വരുന്നത് നമുക്ക് ശരിക്കും ഇങ്ങനെ കൺമുന്നിൽ കാണാൻ പറ്റും. പ്രണയം മനസ്സിൽ പ്രണയം വെച്ചു പറയുന്നുണ്ടല്ലോ ഒരു ഭാഗത്ത്. 1-ാം ദിവസത്തിലാണെന്ന് തോന്നുന്നു. അതവിടെ നിൽക്കട്ടെ. എന്തായാലും പ്രണയം വളരെ ഏറ്റവും ഭംഗിയായിട്ട് ആവിഷ്കരിക്കപ്പെട്ടുള്ള ഒരു കൃതി നളചരിതം ആണ് തീർച്ചയായിട്ടും. അതേപോലെ തന്നെ ഏകാന്തത, ഞാൻ വളരെ ചുരുക്കി പറയുകയാണ്. ഏകാന്തത ഞാൻ നേരത്തെ പറഞ്ഞു. ഈ സ്വാതിരുന്നാൾ ഉപയോഗിച്ച എന്തു ചെയ്യുമോ എന്നുള്ള വാക്കുപോലെ ഉണ്ണായി വാര്യർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള വാക്കേതാ? പലർക്കും പലത് പറയാനുണ്ടാവും. എൻ്റെ ഒരു വായനയിൽ ഞാൻ കണ്ടിട്ടുള്ള അദ്ദേഹം ഏറ്റവും ആവർത്തിച്ച് ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്ക് വിജനേ എന്നുള്ള വാക്കാണ്. വിജനേ, എത്രയോ പദങ്ങൾ അല്ലെ, വിജനേ എന്ന് വരുന്ന എത്രയോ പദങ്ങൾ പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിലേക്ക്. വിജനേ വദമഹതി അല്ലെ, വിപിനേ നീ ഉണർന്നിന്ദുവദനേ തൊട്ട് പി ജയേന്ദ്രൻ പാടിയ ഇന്ദുമുഖി ഓർമ്മിക്കാം നമുക്ക് അല്ലെ, ഇന്ദുവദന. അവിടെ തന്നെയാണ് ഇത് വരുന്നത്. ഈ ഇന്ദുമുഖിയിലേക്ക് ആ ഇന്ദുവദന തന്നെ ഇന്ദുമുഖിയായി ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എന്ന് വെച്ചാൽ ആ ഭാവുകത്വം ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ വിജനേ എന്നുള്ള വാക്ക് ഉണ്ണായി വാര്യർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഏകാന്തത്തിൽ. അതുപോലെ നിർജ്ജനേ അല്ലെ, നിർജ്ജനേ എന്നുള്ള വാക്കും ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. വിജനേ വസതിയോ മമ ഗതി, ഇനി 2-1 1-ാം ദിവസത്തില്. സജീവേ വിനിയോജ്യ രാജ്യഭാരം വിജനേ പുഷ്പവനേ തദാനവാസം എന്ന് പറയുന്നുണ്ട്. പ്രണയം വന്നപ്പോഴുള്ള അവസ്ഥയാണ്. രാജ്യഭാരമൊക്കെ ഇങ്ങനെ ഉപേക്ഷിച്ചു, പ്രണയത്തിൽ മുഴുകി എന്നാണ്. വിജനേ എന്നാണ്, വിജനേ ഇങ്ങനെ ഒറ്റയ്ക്കാവുക. അതേപോലെ തന്നെ ഈ വിജനേ എന്നതുപോലെ തന്നെ എനിക്ക് നിർജ്ജനേ എന്നതുപോലെ തന്നെ പല സന്ദർഭങ്ങളിൽ ഈ വാക്ക് കടന്നു വരുന്നുണ്ട്. നിർജ്ജനേ, നിർജ്ജനം എന്നതേയുള്ളൂ ഗുണമോ നിശ്ചയം ഉദ്യാനത്തിൽ. ഇതേപോലെ തന്നെ വരുന്നൊരു വാക്കാണ് ഒരുത്തൻ എന്നുള്ള വാക്ക്. എനിക്ക് തോന്നുന്നു മലയാളത്തിലെ പഴയ കവികളിൽ അങ്ങനെ ഒരു നാടൻ മലയാള വാക്ക്. ഇപ്പോൾ വിജനേ നിർജ്ജനേ എന്നൊക്കെയുള്ള സംസ്കൃതമാണെങ്കിലും നാടൻ മലയാള വാക്ക് ഒരുത്തൻ എന്നുള്ള വാക്ക് ഉണ്ണായി വാര്യരുടെ മുദ്രയുള്ള ഒരു വാക്കാണ്. അധികം കവികളൊന്നും ഉപയോഗിക്കാൻ ധൈര്യപ്പെടില്ല അങ്ങനെ ഒരു വാക്ക്, ഒരുത്തൻ എന്നുള്ള വാക്ക്. ഉണ്ണായി വാര്യർ പല സന്ദർഭങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട് ആ വാക്ക്, ഒരുത്തൻ എന്നുള്ള വാക്ക്. ഇപ്പോൾ ഹംസം നളനോട് പറയുന്നുണ്ട്, ജനകൻ മരിച്ചു പോയി തനയൻ ഞാൻ ഒരുത്തനായി അല്ലേ. ഈ ഒരുത്തൻ എന്നുള്ള പല 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 സന്ദർഭങ്ങളിൽ എനിക്ക് തോന്നുന്നു പല പദങ്ങളിൽ ആ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഒരുത്തൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. പുഷ്കരനെ വരെ വിശേഷിപ്പിക്കുന്നത് ഏകൻ എന്നാണ്. ഏകൻ, ഒറ്റപ്പെട്ടവൻ. പുഷ്കരനോടും ഉണ്ണായി വാര്യർക്ക് കരുണയുണ്ട്. പുഷ്കരനെ വിശേഷിപ്പിക്കുന്നത് ഏകൻ എന്നാണ്, ഒറ്റപ്പെട്ടവനാണ്. ഇങ്ങനെ ഒരു നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ വരുന്നത് ഈ ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്നത്
അതിൻ്റെ ഭാഗമാണ് ഈ ലോൺലിനെസ്, പ്രണയം, അതൊക്കെ അതിനോട് ചേർന്ന് വരുന്നതാണ്. അത് എല്ലാവരിലും ഉണ്ട് എന്ന് ഉണ്ണായി വാര്യർ കൃത്യമായിട്ട് നളചരിതത്തിലൂടെ കാണിച്ചു തരുന്നുണ്ട്. ഇതിലെ നളൻ മാത്രമല്ല, ദമയന്തി മാത്രമല്ല, അവരുടെ ഏകാകിത നമുക്കറിയാം, അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം. നളന്റെ ഏകാന്തത അതിൻ്റെ അങ്ങേയറ്റത്തിൽ ആവിഷ്കരിക്കുന്നുണ്ട്. അതിൻ്റെ അങ്ങേയറ്റത്തിൽ നമുക്ക് 3-ാം ദിവസത്തിലത് ഈ ശ്ലോകത്തിൽ അങ്ങോടിങ്ങോടുഴന്നും വനഭുവി തളർന്നും വിചാരം കലർന്നും തുങ്കാതങ്കം വളർന്നും തൃണതതിഷു കിടന്നും സുരേന്ദ്രാനിരന്നും തിങ്ങും ഖേദം മറന്നും ദിവസമനു നടന്നിടുമെന്ന ഐഷധേന്ദ്രൻ വൻ കാട്ടിൽ കാട്ടുതീതന്നിടയിലൊരു ഗിരം കെട്ടു വിസ്പഷ്ടവർണ്ണം. കാർക്കോടകൻ വരുന്ന ഭാഗം, അതിൻ്റെ ആദ്യത്തെ 3 വരിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിൻ്റെ ആദ്യത്തെ 3 വരിയിലെ ആ ഏകാകിത ഒരു മനുഷ്യനെ ചെന്ന് അകപ്പെടുത്താവുന്ന എല്ലാ നരകങ്ങളുടെയും സംഗ്രഹം ആ ആദ്യത്തെ 3 വരിയിലുണ്ട്. അങ്ങോടിങ്ങോടുഴന്ന് വനഭുവി തളർന്ന് വിചാരം കലർന്ന്. ഈ വിചാരം വളരെ പ്രധാനമാണ് അതിലേക്ക് വരാൻ. അത് എനിക്ക് തോന്നുന്നു കെ സി നാരായണനൊക്കെ ധാരാളം അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്, നളചരിതത്തിലെ വിചാരങ്ങളെക്കുറിച്ച്. ആത്മഗതങ്ങൾ, സ്വഗതങ്ങൾ അല്ലെങ്കിൽ ആത്മഗതങ്ങൾ ഏറ്റവും കൂടുതലുള്ള ആട്ടക്കഥയാണ് നളചരിതം, അല്ലേ? സ്വഗതങ്ങൾ ഏറ്റവും കൂടുതലുള്ള ആട്ടക്കഥകളാണ്. അതാണ് വിചാരം. വിചാരം കലർന്നും തുങ്കാതങ്കം വളർന്ന് തൃണതതിഷു കിടന്ന് സുരേന്ദ്രാനിരന്ന്, ദേവന്മാരോട് ഇരന്ന് തിങ്ങും ഖേദം മറന്ന്. ഇതിനപ്പുറം ഇല്ല. അയാളുടെ അസ്വസ്ഥത, അലച്ചിൽ, വലച്ചിൽ, അതിൻ്റെയൊക്കെ ഉള്ളിലുള്ള ഏകാന്തത. അങ്ങനെ നളന്റെ ഏകാന്തത. ദമയന്തിയും ഏകാഗിയാണ്, അല്ലേ? ദമയന്തിയും മറുവശത്ത് ഏകാന്തത അനുഭവിക്കുന്നുണ്ട്. ദമയന്തിയുടെ പല പദങ്ങളിലും ദമയന്തി അനുഭവിക്കുന്ന ഏകാകിതയുടെ ആഴം, പ്രത്യേകിച്ചും നളൻ പോയതിന് ശേഷമുള്ള ആ പദങ്ങളിൽ ദമയന്തി തൻ്റെ അപ്പോൾ അളവില്ല മമ ഭയം ആളിമാരുമില്ല എന്നൊക്കെ പറയുന്ന ആ ഭാഗമുണ്ട്. അവിടെയൊക്കെ ദമയന്തി അനുഭവിച്ചിട്ടുള്ള ഏകാന്തത വെറും കാട്ടിലൊറ്റയ്ക്കായതിൻ്റെ ഏകാന്തത മാത്രമല്ല. ആ ഏകാന്തതയാണ് അവളെ കൊണ്ട് 4-ാം ദിവസത്തിൽ നളനെതിരെ സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ചെറിയൊരു വിമർശന സ്വരത്തിൻ്റെ ഒരു ധ്വനി ഉയർത്താൻ പ്രേരിപ്പിക്കുന്നത് അവൾ അനുഭവിച്ച ഏകാകിത തന്നെയാണ്. അത് നളന് കൃത്യമായിട്ട് മനസ്സിലാവും ചെയ്യുന്നുണ്ട്. ഇനി പുഷ്കരനിലേക്ക് വന്നാലോ, പുഷ്കരനും ഒരർത്ഥത്തിൽ ഏകാഗിയാണ്, അല്ലെ? പുഷ്കരനെ അവതരിപ്പിക്കുന്ന സന്ദർഭം തന്നെ നമ്മളെ ആകർഷിക്കുന്നത് കണ്ടോ. ധരണീരുള്ള പരീക്ഷകൾ നളനെ ചെന്ന് കാണും, അവർക്ക് വേണ്ടും കാര്യം നളനും സാധിപ്പിക്കും. ദൂരത്തു നിന്നാരും വരികയില്ല നമ്മെ കാണാൻ, നമുക്കില്ല നാടും നഗരവും കുടയും ചാമരവും, അമിത്രവീരന്മാരെ അമർക്കും വൻ പടയും. ഒന്നുമില്ല, ഒറ്റപ്പെട്ട ഒരുത്തനാണ്. ആ ഒറ്റപ്പെടൽ, ആ ഏകാന്തത എല്ലാവരിലും ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഹംസത്തിലുണ്ട്, നേരത്തെ ഞാൻ ഉദ്ധരിച്ച ആ പദത്തിൽ, അല്ലേ? ജനകൻ മരിച്ചുപോയി, ഞാൻ ഒരുത്തൻ മാത്രം ബാക്കിയായി എന്ന് പറയുന്നു. അങ്ങനെ ഇതിലെ പ്രധാനപ്പെട്ട ഒരുപാട് കഥാപാത്രങ്ങളിൽ ആ ഏകാന്തത ഉൾക്കൊള്ളിക്കാൻ, അയാളുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായി, മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായി ഏകാന്തത കൂട്ടിച്ചേർക്കാൻ, പ്രണയം പോലെ തന്നെ ഏകാന്തത ചേർത്ത് വെക്കാൻ ഉണ്ണായി വാര്യർ പ്രത്യേകം മനസ്സിരുത്തുന്നുണ്ട്. ആ ഏകാന്തത എന്ന് പറയുന്നത് എവിടെ നിന്ന് വന്നു? ചിലർ പറയുന്നു ഉണ്ണായി വാര്യരുടെ ജീവിതത്തിൽ നിന്ന് വന്നു എന്നാണ്. ഉണ്ണായി വാര്യരുടെ ആ ഏകാന്തതയും ആ വിഷാദവും ഒക്കെ ഉണ്ണായി വാര്യരുടെ ജീവിതത്തിൽ നിന്ന് വന്നു എന്നാണ് ചിലർ പറയാറ്. ആ പറയുന്നതിൻ്റെ അടിസ്ഥാനം കഥകൾ മാത്രമാണ്. ഉണ്ണായി വാര്യരെ കുറിച്ച് കേട്ടിട്ടുള്ള കഥകൾ, അദ്ദേഹത്തിന് ഒരു പ്രേമബന്ധം ഉണ്ടായിരുന്നു, അല്ലേ? അതിലെ അദ്ദേഹം നിരാശനായി, ഇങ്ങനെയൊക്കെയുള്ള കഥകൾ ആണ് പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഉണ്ണായി വാര്യരുടെ ഈ കഥാപാത്ര വ്യക്തിത്വം എന്ന് പറയുന്നത്
അത് വെറും സാഹിത്യമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം മാത്രമല്ല കേട്ടോ. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അരങ്ങും ഉണ്ടായി എന്നുള്ളത് പ്രധാനമാണ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അരങ്ങും ഉണ്ടായി എന്നുള്ളത് പ്രധാനമാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു രംഗപരിചയം എനിക്കില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ജാമ്യം എടുത്ത് പറയാണ് ഈ കൂടിയാട്ടങ്ങളുടെയൊക്കെ നടത്തിപ്പ് രീതിയിൽ നിന്ന് കഥകളി വന്നപ്പോൾ ചെറിയ ചില വ്യത്യാസങ്ങൾ ഉണ്ടായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാൻ ഇവിടെ എൻ്റെ മുന്നിൽ ഇരിക്കുന്നവർക്ക് കൂടുതൽ കഴിഞ്ഞേക്കും. കൂടിയാട്ടങ്ങളുടെയൊക്കെ ഒരു സംഘാടനത്തിൽ നിന്ന് കഥകളി വന്നതോട് കൂടിയിട്ട് 17-ാം നൂറ്റാണ്ടിൽ കൊട്ടാരക്കര തമ്പുരാനോട് കൂടിയാണല്ലോ വരുന്നത്. കഥകളി സ്ഥാപിതമായതോടുകൂടി കളിയോഗങ്ങൾ ഉണ്ടാവുകയാണ്. ഈ കളിയോഗങ്ങളുടെ നടത്തിപ്പ് രീതി കുറച്ച് വ്യത്യസ്തമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു പ്രധാന വ്യത്യാസം എന്ന് വെച്ചാൽ കളിയോഗത്തിൽ ഒരു ഇൻഡിവിജ്വലിന്റെ പേര് നമ്മൾ എപ്പോഴും ഉയർന്നു കേൾക്കും അല്ലെ. ഒരു ഇൻഡിവിജ്വലിന്റെ, ഒരു വ്യക്തിയുടെ പേര് ഉയർന്നു കേൾക്കും. ഇന്ന ആളുടെ കളിയോഗം, അല്ലെങ്കിൽ ഇന്ന കുടുംബത്തിന്റെ കളിയോഗം അല്ലെ. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുടുംബം, ഒളപ്പമണ്ണ മനക്കര കളിയോഗം, അല്ലെങ്കിൽ ഏതെങ്കിലും പഴയ ഏതെങ്കിലും ആശാന്മാരുടെ അയാളുടെ പേരിൽ അയാളുടെ കളിയോഗം എന്ന് പറയും, അദ്ദേഹത്തിന്റെ കളിയോഗം എന്ന് പറയും. ഇപ്പൊ പഴശ്ശി കേരളവർമ്മ തമ്പുരാന്റെ കളിയോഗം, അവിടെയാണ് പഴശ്ശി കോട്ടയം കഥകൾ ഇത് ചിട്ട ആയിട്ട് വരുന്നത്. ഇങ്ങനെയുള്ള കളിയോഗങ്ങൾ വന്നതോടുകൂടി ഇൻഡിവിജ്വലായിട്ടുള്ള കളി അച്ഛന്മാര് വരുന്നു. ഇൻഡിവിജ്വൽസ് ആയിട്ടുള്ള കളി അച്ഛന്മാര് വരുന്നു. അതോടൊപ്പം തന്നെ നടന്മാര് കഥാപാത്രങ്ങളുടെ പേരിൽ പ്രശസ്തരാകുന്നു. ഞാൻ പറഞ്ഞു വന്നത് വെച്ചാൽ കഥാപാത്രത്തിന്റെ കഥകളിയിലെ കഥാപാത്രങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റിയെ പിന്തുണയ്ക്കാൻ അരങ്ങിന് കഴിഞ്ഞു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. പിന്തുണയ്ക്കാൻ കഴിഞ്ഞു. ചില നടന്മാർ ചില കഥാപാത്രങ്ങളിൽ അഭിനയിച്ച് പ്രശസ്തരായി. ഇപ്പം നളനുണ്ണി എന്നൊരു അല്ലെ, ഒരു നടനെ കുറിച്ച് നമുക്കറിയാം, കേട്ടിട്ടുണ്ട്. നളനുണ്ണി അടുത്ത കാലം ഇപ്പോഴും ഉണ്ട് അല്ലെ. എന്നെ ഇപ്പോൾ ഗോപിയാശാൻ എന്ന് പറയുമ്പോൾ കലാമണ്ഡലം, നളൻ എന്ന് പറയുമ്പോൾ കലാമണ്ഡലം ഗോപിയാശാൻ നമ്മൾ ചേർത്ത് വയ്ക്കുന്നു. അപ്പൊ ഈ രീതിയിൽ നടന്റെ വ്യക്തിത്വം വളരെ പ്രധാനമായിട്ട്, നടന്റെ വ്യക്തിത്വവും കഥാപാത്രത്തിന്റെ വ്യക്തിത്വവും തമ്മിൽ ചേർത്ത് വെക്കാൻ കഥകളി അരങ്ങ് അവസരം ഒരുക്കി. അപ്പോൾ ഈ ഇൻഡിവിജ്വാലിറ്റി പ്രകടിപ്പിക്കാൻ കഥകളിയിലെ എഴുത്ത് മാത്രം പോരല്ലോ, രംഗം കൂടി അതിനെ സപ്പോർട്ട് ചെയ്യണം. കഥകളിക്കത് കഴിഞ്ഞു. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാന കാര്യത്തിലേക്ക് വരാം. അത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു വ്യക്തിത്വം ഉണ്ടല്ലോ, ഏകാന്തതയും പ്രണയവും ഒക്കെ ചേർന്നിട്ടുള്ള ഈ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഈ കൃതിയിൽ നടന്നിരുന്ന ആട്ടക്കഥ ഏറ്റവും വലിയൊരു ആട്ടക്കഥയാണ്, ബൃഹത്തായ ഒരു ആട്ടക്കഥയാണ്. ഏറ്റവും വലിയ നമ്മുടെ ആട്ടക്കഥയിൽ 4 ദിവസം ഒന്നിച്ചെടുത്തു കഴിഞ്ഞാൽ വലിയ ആട്ടക്കഥയാണ്. അതിൽ 1-ാം അധ്യായം എന്ന് പറയുന്നത് ആ വ്യക്തിത്വം രൂപം കൊള്ളുന്ന, ഒരു മനുഷ്യന്റെ വ്യക്തിത്വം രൂപം കൊള്ളുന്നതിൻ്റെ ചരിത്രമാണ് 1-ാമത്തെ അധ്യായം എന്ന് കാണാം. 1-ാം ദിവസം അതിനകത്ത് 3 കാര്യങ്ങൾ ആണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. ഒന്ന് അധികാരം, ഒന്ന് പവർ എന്ന് പറയുന്നത്. നളൻ ആട്ടക്കഥ തുടങ്ങുമ്പോഴേ നളൻ പവറുള്ള ആളാണ്, അധികാരിയാണ്, രാജാവ് ആണ്. തുടങ്ങിയ ശേഷം രാജാവാകുന്ന ആളല്ല. കഥയുടെ തുടക്കത്തിൽ തന്നെ അങ്ങനെ രാജാവാണ്. അപ്പോൾ അധികാരം ഒരു ഘടകം. വ്യക്തിത്വം ഉണ്ടാക്കുന്ന അന്നത്തെ കേരളീയ സമൂഹത്തിലാണ് പറയുന്നത്. അന്നത്തെ കേരളീയ സമൂഹത്തിൽ ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തിന് അടിസ്ഥാനമായ 2-3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് അധികാരം, 2 പ്രണയം, സ്ത്രീ ബന്ധം, പ്രേമബന്ധം. അധികാരം, പ്രണയം. 3-ാമതൊരു കാര്യം കൂടിയുണ്ട്, ഉപരിലോകവുമായിട്ടുള്ള സംവാദങ്ങൾ. മനുഷ്യന് ഈ ലോകം മാത്രം പോരാ, ഉപരിലോകവുമായിട്ടുള്ള സംവാദങ്ങൾ. അപ്പം നളന്റെ ജീവിതം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉപരിലോകവുമായിട്ടുള്ള സംവാദങ്ങൾ ധാരാളം നടക്കുന്നുണ്ട്. പ്രണയം പോലും മോളിന്ന് അങ്ങടാ വരുന്നത് അല്ലേ. പ്രണയം പോലും ഒരു ഹംസരൂപത്തിൽ പറന്നു വരികയാണ്, താഴേക്ക് വരികയാണ്.
ആകാശത്ത് നിന്ന് സ്വർണ്ണവർണ്ണമാം അന്നം പറന്നിങ്ങ് വരികയാണ്. അത് സ്വർണ്ണവർണ്ണമാം അന്നമല്ല, സ്വർണ്ണവർണ്ണമാം പ്രേമമാണ്. സ്വർണ്ണവർണ്ണമാം പ്രേമം തന്നെയാണത് പറന്നു വരുന്നത്. മുഗൾ ലോകവുമായിട്ടുള്ള ഇടപാടുകൾ നളന്റെ ജീവിതത്തിൽ ഉടനീളമുണ്ട്. അതേ ഒന്നാം ദിവസത്തിൽ തന്നെ അവസാന ഭാഗത്ത് അനുഗ്രഹങ്ങൾ കിട്ടുന്നു, മറ്റാർക്കുമില്ലാത്ത വരങ്ങൾ അല്ലേ കിട്ടുന്നു. അതിൽ ഒരു വരം മാത്രമേ ദമയന്തിക്ക് കിട്ടുന്നുള്ളൂ. ആലോചിക്കാൻ രസമുള്ള കാര്യമാണ്. ഇന്ദ്രനും അഗ്നിയും യമനും വരുണനും ഒക്കെ കൊടുത്ത വരങ്ങൾ നളന് മാത്രമുള്ളതാ അല്ലേ? നളന് മാത്രമേ ഉള്ളൂ, ദമയന്തിക്ക് ഉള്ളതായിട്ട് അതിൽ പറയുന്നില്ല. ദമയന്തിക്ക് കിട്ടുന്ന ഒരു വരണ്ട്, അല്ലെങ്കിൽ നളനെ അനുഗ്രഹിക്കുന്നത്. പക്ഷെ ആ അനുഗ്രഹം ആർക്ക് കൂടി കിട്ടുന്നുണ്ട്? ദമയന്തിക്കും കിട്ടുന്നുണ്ട്. ഏതാണത്? ഇണക്കം കലർന്ന് രമ്യം ജനിക്കും നൽ സാരസ്വതം. സരസ്വതീ ദേവിയുടെ വരം അല്ലെ? സരസ്വതീ ദേവി രണ്ടുപേരെ അനുഗ്രഹിക്കുന്നുണ്ട്. രണ്ടുപേരെ അല്ല അറിയുന്നത്, ഈ കഥ സ്മരിക്കുന്നവർക്കും ഉണ്ട് അതിന്റെ ഗുണം എന്നാ പറയണത്. ഈ കഥ ഈ നളകഥ, നളനെ ഓർക്കുന്നവർക്കും നളകഥ സ്മരിക്കുന്നവർക്കും ഈ സാരസ്വതം ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. എന്തായാലും ശരി, മുകളിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങൾ, ഡിവൈനായിട്ടുള്ള അനുഗ്രഹങ്ങൾ, ഇത് അങ്ങനെ ഉപരിലോകവുമായിട്ടുള്ള സംവാദം നളനെ ഒരു എന്താ പറയുക, നളന്റെ വ്യക്തിത്വത്തെ നിശ്ചയിക്കുന്ന, അയാൾക്കൊരു ഐഡന്റിറ്റി ഉണ്ട് എന്ന് തീരുമാനിക്കുന്ന അന്നത്തെ കേരളീയ സാഹചര്യം കൂടി ഓർമ്മിക്കണം കേട്ടോ. 18-ാം നൂറ്റാണ്ടാണ്. അധികാരം, പ്രണയം, ഈ ഉപരിലോകവുമായിട്ടുള്ള സംവാദങ്ങൾ. പക്ഷെ നളൻ അതിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തെടുത്തു. നളന് ഉപരിലോകം മാത്രമല്ല, അധോലോകമുണ്ട്. നളന് അധോലോകമുണ്ട്. ആ അധോലോകം എവിടുന്ന് വന്നു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നളചരിത്രത്തിൽ ഉടനീളം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു അധോലോകമുണ്ട്. ആ അധോലോകത്തിന്റെ പ്രത്യക്ഷവൽക്കരണമായി നമുക്ക് വേണമെങ്കിൽ ബാഹുകനെ കാണാം, ബാഹുകത്വത്തെ കാണാം. ആ വ്യക്തിത്വത്തിൽ ഉണ്ടായ ഒരു പിളർപ്പായി അതിനെ കുറിച്ച് പലരും എഴുതിയിട്ടുമുണ്ട്. നളന്റെ വ്യക്തിത്വത്തിലുണ്ടായിട്ടുള്ള ഒരു പിളർപ്പാണ് ബാഹുകൻ, അല്ലെങ്കിൽ ബാഹുകന്റെ മനസ്സിലെ തന്നെ ഒരു അധോലോകമാണ് എന്ന തരത്തിലുള്ള നിരീക്ഷണം വേണമെങ്കിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നളനിൽ ഒരു അധോലോകവും ഉണ്ട്, ഒരു ഉപരിലോകവും ഉണ്ട്. ഇതെല്ലാം ചേർന്നാണ് നളൻ എന്നുള്ള നായകന്റെ വ്യക്തിത്വം ഉണ്ടാക്കിയത്. അപ്പൊ ഒന്നാം ദിവസം ആ വ്യക്തിത്വ സ്ഥാപന, രണ്ടാം ദിവസം എന്ന് പറയുന്ന അധികാര നഷ്ടപർവാണ്. ആ വ്യക്തിത്വത്തിന് കാരണമായ ഒരു പ്രധാന ഘടകമുണ്ടല്ലോ, അധികാരം, അതങ്ങോട്ട് പോവുകയാണ് അല്ലേ? രണ്ടാം ദിവസം അധികാര നഷ്ടത്തിന്റെ കഥയാണ്. പവർ അങ്ങോട്ട് ഇല്ലാതെ വേണം, അധികാര നഷ്ടത്തിന്റെ കഥയാണ്. അതിന്റെ തുടർച്ചയായിട്ട് മൂന്നാം ദിവസം ഏകാന്തതാ പർവാണ്. ഏകാന്തതാ പർവ മൂന്നാം ദിവസം. നാലാം ദിവസം ഒത്തുതീർപ്പ് പർവം എന്നാണ് ഞാൻ വിളിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റിൽമെന്റുകളാ. ഈ കേസ് സെറ്റിൽ ചെയ്യണ മാതിരിയെ ഓരോരുത്തരായിട്ടുള്ള ഫയൽ എടുക്കുന്നു, കേസൊക്കെ രമ്യാക്കുന്നു അല്ലേ? ദമയന്തിയായിട്ടുള്ള പ്രശ്നം ആദ്യം പരിഹരിക്കുന്നു അല്ലേ? ദമയന്തിയായിട്ടൊരു ചെറിയ പ്രശ്നം ഉണ്ടല്ലോ. നളൻ വസ്ത്രം അണിഞ്ഞ ശേഷം ആദ്യം പറയുന്നത് ആ പ്രശ്നമാണ്. ദമയന്തിയായിട്ടുള്ളൊരു ഇഷ്യൂ ഉണ്ട്, അതൊക്കെ പരിഹരിക്കുന്നു. ഓരോരോ കേസുകൾ. അതിന് മുമ്പ് മൂന്നാം ദിവസത്തിന്റെ അവസാനം തന്നെ തുടങ്ങിയിട്ടുണ്ട്. മൂന്നാം ദിവസത്തിന്റെ അവസാനം കലിയുമായിട്ടുള്ള കേസ് സെറ്റിൽ ചെയ്തു. മൂന്നാം ദിവസത്തിന്റെ അവസാനം സെറ്റിൽ ചെയ്തു അല്ലേ? നാലാം ദിവസത്തിന്റെ തുടക്കത്തിൽ തന്നെ ഈ വസ്ത്രമണിഞ്ഞതിന് ശേഷം ദമയന്തിയുമായിട്ടുള്ള കേസ് സെറ്റിൽ ചെയ്യുന്നു, പുഷ്കരനുമായിട്ടുള്ള കേസ് സെറ്റിൽ ചെയ്യുന്നു അല്ലേ? ഇതിനൊക്കെ ഇടനിലക്കാരൊക്കെ ഉണ്ട്. ദമയന്തിയായിട്ടുള്ള കേസ് സെറ്റിൽ ചെയ്യുന്നതിന് മുകളിൽ നിന്ന്, നേരത്തെ പറഞ്ഞ ഉപരിലോകത്ത് നിന്ന് തന്നെ ശബ്ദം വരുന്നു അല്ലേ? ദമയന്തിയായിട്ടുള്ള കേസ് സെറ്റിൽ ചെയ്യുന്നതിന്. മറ്റേ അനിയനുമായിട്ടുള്ള കേസ് സെറ്റിൽ ചെയ്യുന്നതിനോ ചെറുതല്ല പ്രശ്നേ. അപ്പോൾ അനിയനുമായിട്ടുള്ള ഒരു പ്രശ്നത്തില് അവിടെ അതിന്റെ നാലാം ദിവസത്തിലൊരു പദം ഉണ്ടല്ലോ അവസാന ഭാഗത്ത്, കൊല്ലാഞ്ഞാലോ കൊൽകിലോ നല്ലത്. ഷേക്സ്പിയർ ടു ബി ഓർ നോട്ട് ടു ബി എന്ന് പറഞ്ഞ മാതിരി അതിന്റെ നേരെ അല്ലെ, കൊല്ലാഞ്ഞാലോ കൊൽകിലോ നല്ലത്. ജീവിക്കണോ മരിക്കണോ എന്നവിടെ. ഇവിടെ കൊല്ലാഞ്ഞാലോ കൊൽകിലോ നല്ലത്. കൊല്ലണോ കൊല്ലട്ടെയോ, ഇതാണ് നളന്റെ പ്രശ്നം. അനിയനാണ്, അനുജനാണ്.
അടുത്ത ഭാഗത്തിൽ പറയുന്നുണ്ട് അനുജനാണ്, ആ ചീത്തപ്പേര് എനിക്ക് വരും അല്ലേ, അതുകൊണ്ട് വേണ്ട എന്ന് തീരുമാനിക്കാൻ. അപ്പോഴേക്കാണ് വേണ്ടെന്ന് തീരുമാനിക്കുന്നില്ല, അപ്പോഴേക്കാണ് ഹംസം വീണ്ടും വരുന്നത്. ആദ്യം വന്നവരൊക്കെ പിന്നെയും വരുന്നുണ്ടേ. ഒന്നാം ദിവസത്തിലെ ഒന്നാം രംഗത്തിൽ വന്ന നാരദൻ 4-ാം ദിവസത്തിലെ അവസാനം വീണ്ടും വരുന്നുണ്ട്. ഹംസം 4-ാം ദിവസത്തിൽ വീണ്ടും വരുന്നുണ്ട്. ഇവരൊക്കെ പിന്നെയും വരുന്നുണ്ട്. കേസ് സെറ്റിൽ ചെയ്യാനായി വരുന്നത്. കേസ് സെറ്റിൽ ചെയ്യാണ്. കേസ് തുടങ്ങി വെച്ചവർ തന്നെ കേസ് സെറ്റിൽ ചെയ്യാണ്. കേസുകൾ തുടങ്ങി വെച്ചവർ തന്നെ അത് സെറ്റിൽ ചെയ്യാണ്. അപ്പൊ അങ്ങനെ അനുജനുമായിട്ടുള്ള പ്രശ്നം ഇതായിരുന്നു. കൊല്ലാഞ്ഞാലോ കൊൽകിലോ നല്ലത് എന്നങ്ങ് ഉല്ലാസത്തോട് ആർത്തു നിന്നു നളൻ താൻ എന്നാണ്. അയാൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഉല്ലാസത്തോട് ആർത്തു നിന്നു എന്നാണ്. ഉല്ലാസത്തോടെയാണ് ആർത്തു നിന്നുള്ളതിന് രണ്ടർത്ഥം പറയാം എന്ന് തോന്നുന്നു എനിക്ക്. ആർത്തു നിന്നുള്ളതിന് ആർപ്പിട്ട് നിന്നു എന്നും അർത്ഥം പറയാം, അങ്ങനെ ജ്വലിച്ചു നിന്നു അർത്ഥം പറയാം. ഉല്ലാസമുണ്ടെങ്കിലും ഉള്ളിലൊരു ദുഃഖമുണ്ട് എന്നും വേണമെങ്കിൽ അല്ലേ, അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് അത് ഒരു ധ്വനിയായിട്ട് എടുത്ത് പറയാൻ തോന്നും. എന്തായാലും ശരി, ആകെ വൈഷമ്യത്തിലായി നളൻ. ഈ സമയത്താണ് ഹംസം വന്നിട്ട് കൊല്ലണ്ട എന്ന് തീർപ്പ് പറയുന്നത്. കൊല്ലണ്ട, വെറുതെ വിട്ടേക്കാം. ഇങ്ങനെ ഒത്തുതീർപ്പ് പർവ അവസാനത്തെ. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. 1-ാം സർഗം എന്ന് പറയുന്നത് വ്യക്തിത്വ സ്ഥാപന പർവമാണ്. 2-ാം സർഗം എന്ന് പറയുന്നത് അധികാര നഷ്ടത്തിൻ്റെ പർവമാണ്. 3-ാം സ്ഥാനം എന്ന് പറയുന്നത് 3-ാം ദിവസം എന്ന് പറയുന്നത് ഏകാന്തതയുടെ, അധികാരനഷ്ടം ഏകാന്തതയ്ക്ക് ഇടയാക്കുന്നു. വ്യക്തിത്വം ഉണ്ടായി, ആ വ്യക്തിത്വത്തിലെ ഏറ്റവും പ്രധാന ഘടകമായ അധികാരം പോയി, ഏകാഗിയായി അല്ലേ. ഏകാഗിയായി കഴിഞ്ഞപ്പോൾ വല്ലാതെ ഒറ്റപ്പെട്ടു, തകർന്നുപോയി. അത് ചില ഒത്തുതീർപ്പുകളിലൂടെ പരിഹരിക്കുന്നു. ഇത് മലയാളികൾ ചെയ്യുന്നൊരു പണിയാണിത്. മലയാളികളുടെ ജീവിതം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ശരാശരി മലയാളിയുടെ ജീവിതം തന്നെ ഉള്ളൂ, അല്ലെങ്കിൽ ഇത്രയുമാണ്. ഒരു ആവറേജ് മലയാളിയുടെ ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഘട്ടങ്ങളിലൂടെയൊക്കെ അത് കടന്നു പോകുന്നുണ്ട്. 18-ാം നൂറ്റാണ്ടിൽ നമുക്ക് കിട്ടിയിട്ടുള്ള, ഞാൻ ഇതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം, വല്ലാതെ നീണ്ടു പോകണ്ടെന്ന് തോന്നുന്നു. 18-ാം നൂറ്റാണ്ടിൽ അന്നത്തെ ജനതയുടെ ഏകാന്തതയുടെ ചരിത്രം നമുക്ക് കിട്ടിയിട്ടില്ല, നമുക്ക് അറിഞ്ഞുകൂടാ. സാധാരണ ജനങ്ങളുടെ നമുക്ക് അറിയാവുന്നത് നളനെ പോലുള്ള രാജാക്കന്മാർ അന്ന് കേരളത്തിലും ഉണ്ടായിരുന്നു. ഉണ്ണായി വാര്യര്, ഇരിങ്ങാലക്കുട ജനിച്ചു വളർന്ന ഉണ്ണായി വാര്യര് തൻ്റെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽ ഇത്തരം രാജകുടുംബങ്ങളിൽപ്പെട്ട ഇളയ രാജാക്കന്മാരോടോ ഒക്കെ ഇടകലർന്ന് ജീവിക്കാൻ അദ്ദേഹത്തിന് അവസരവും കിട്ടിയിട്ടുണ്ട്. കൊച്ചി രാജ്യത്ത് അദ്ദേഹം സദസ്യനായിരുന്നു എന്ന് കേട്ടിട്ടില്ലേ? തെളിവുകളൊന്നും ഉണ്ടാവണമെന്നില്ല. കൊച്ചി രാജ്യത്ത് സദസ്യനായിരുന്നു. അവിടെ ജീവിക്കുന്ന കാലത്താണ് നളചരിതം എഴുതിയത് എന്ന് പറയുന്നു. പിന്നെ തിരുവിതാംകൂറിൽ പോയി, അവിടെയും രാജാക്കന്മാരും രാജകുടുംബങ്ങളും ഒക്കെ ഉണ്ട്, മാർത്താണ്ഡവർമ്മയും മറ്റും. ഞാൻ പറഞ്ഞു വന്നത്, അന്ന് 18-ാം നൂറ്റാണ്ടിലെ കേരളീയ രാജാക്കന്മാരുടെ ഏകാന്തതയുടെ ചരിത്രം, ഇതിൻ്റെ ചില സൂചനകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു ചരിത്രകാരൻ, ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ളൊരു ചരിത്രകാരൻ ഡോക്ടർ അഭിലാഷ് മലയിൽ എന്നുള്ള ചരിത്രകാരൻ എഴുതുന്നു. ഒരു വാചകം ഞാൻ വായിക്കാം. അദ്ദേഹത്തിൻ്റെ റയ്യത്ത് വാരി എന്നുള്ള പുസ്തകത്തിലൊരു സെൻറ്റൻസാണ്. 18-ാം നൂറ്റാണ്ടോടുകൂടി മലബാർ തീരത്ത് അനുഭവപ്പെട്ട് കാണുന്ന രാജത്വത്തിൻ്റെ ഇമ്മാതിരി ഏകാന്തതാ സന്ദർഭങ്ങൾക്കും അധികാര വിഷാദത്തിനും കൂട്ടുപോകാൻ ഇവിടെ നിന്ന് ആളുകൾ അധികം ഉണ്ടായില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, സെൻറ്റൻസിൻ്റെ അർത്ഥത്രേ ഉള്ളൂ. 18-ാം നൂറ്റാണ്ടിൽ പല രാജകുടുംബങ്ങളിലും ആത്മഹത്യകൾ നടക്കുന്നു. കൊച്ചി രാജകുടുംബത്തിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു കേട്ടിട്ടുള്ളത്, കൊച്ചി രാജകുടുംബത്തിൽ ആത്മഹത്യകൾ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷെ കൊച്ചി രാജകുടുംബത്തിൽ ഈ കാശിക്ക് പോകല് പ്രധാനമായിരുന്നു. കാശിക്ക് പോവുക പല ഈ പ്രത്യേകിച്ച് കൊച്ചി രാജകുടുംബത്തിൽ എന്താ വെച്ചാൽ കൂറുമത്സരം, സ്വരൂപങ്ങളുടെ കാലമാണ്. അന്ന് രാജകുടുംബങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വരൂപങ്ങളാണ്. ഈ സ്വരൂപങ്ങളിൽ പല താവഴികളായിട്ട് പിരിയും. ഇപ്പോൾ കൊച്ചി രാജകുടുംബം 5 താവഴിയായിരുന്നു. മൂത്ത താവഴി, പിന്നെ താഴേക്ക് വേറെ പെരുമ്പടപ്പ് താവഴി, മറ്റേ താവഴി എന്നൊക്കെ പറഞ്ഞാൽ ഇളങ്കൂർ താവഴി, 5, എനിക്ക് പേരോർമ്മയില്ല, 5 താവഴികളാണ്. മിക്ക സ്വരൂപങ്ങളുടെയും അവസ്ഥ ഇങ്ങനെ തന്നെയായിരുന്നു.
പല താവഴികളാണ്. ഈ താവഴികളൊക്കെ തമ്മിൽ അധികാരത്തിന് വേണ്ടിയുള്ള തർക്കമാണ്. അധികാരത്തിന് വേണ്ടിയുള്ള തർക്കമാണ്. അതില് മൂത്ത താവഴിയിലെ മൂത്ത ആൾക്ക് അധികാരം കിട്ടുമ്പോഴേക്കും അയാൾക്കൊരു 95 വയസ്സുമായിട്ടുണ്ടാവും. അധികാരം ആസ്വദിക്കാൻ കഴിയൂല, അല്ലേ? അധികാരം ആസ്വദിക്കാൻ കഴിയൂല. ഇങ്ങനെ ഈ അധികാര നഷ്ടം ഉണ്ടാക്കിയ 18-ാം നൂറ്റാണ്ടിൽ ഈ തർക്കങ്ങൾ വളരെ വർദ്ധിച്ചു. 17-ാം നൂറ്റാണ്ടിൽ ഇല്ലാത്തത്ര ഈ തർക്കങ്ങൾ, മൂപ്പിളമ തർക്കങ്ങൾ, കൂറു മത്സരങ്ങൾ നമ്മുടെ രാജകുടുംബങ്ങളിൽ വളരെ വ്യാപകമായി. വിഷാദികളായ ഒരുപാട് ഇളയ രാജാക്കന്മാരുണ്ടായി. ഇപ്പൊ കാടേ ഗതി എന്ന് അർജുനനെ കൊണ്ട് പറയിപ്പിച്ച, അല്ലേ, പഴശ്ശി രാജാവാണെന്ന് ആണോ അല്ലയോ തർക്ക വിഷയമാണ്. കോട്ടയത്ത് തമ്പുരാൻ അർജുനനെ കൊണ്ട് കാടേ ഗതി എന്ന് പറഞ്ഞ് അതാണ് അറം പറ്റി എന്നാണല്ലോ പറയുന്നത്. കാട്ടു പോകാനിടയായി എന്നാണ് പറയുന്നത്. അതിനകത്തൊക്കെ ഈ വിഷാദമുണ്ട്. നാട് നഷ്ടപ്പെടുന്നതിൻ്റെ വിഷാദമുണ്ട്, അധികാരം നഷ്ടപ്പെടുന്നതിൻ്റെ വിഷാദമുണ്ട്. കോട്ടയത്ത് രാജകുടുംബത്തിൽ തന്നെ വേറൊരു കവി ഉണ്ടായിരുന്നു, അട്ടക്കഥ എഴുതിയിട്ടില്ല. കോട്ടയത്ത് കേരളവർമ്മ, വീരകേരളവർമ്മ എന്ന് പറഞ്ഞിട്ടൊരു കവി ഉണ്ടായിരുന്നു. വാത്മീകി രാമായണമൊക്കെ കേരളവർമ്മ രാമായണം എഴുതിയാണ്. കേരളവർമ്മ രാമായണം വാത്മീകി രാമായണത്തിൻ്റെ ഒരു കുറച്ച് കാണ്ഡങ്ങളുടെ തർജ്ജമയാണ്. അദ്ദേഹത്തിൻ്റെ വേറെ ചില കൃതികളുടെ പേരെന്താ അറിയോ? പാതാള രാമായണം, ഒരു അധോലോക. പാതാള രാമായണത്തിൽ പാതാളത്തിൽ ഒരു രാവണൻ ഉണ്ടെന്നും ആ രാവണൻ ഈ രാവണനെ, മുകളിലുള്ള രാവണനെ സഹായിക്കാൻ വേണ്ടി പാതാളത്തിലെ രാവണൻ രാമലക്ഷ്മണന്മാരെ തട്ടിക്കൊണ്ടുപോവാണ് അങ്ങോട്ട് പാതാളത്തിലേക്ക്. ഹനുമാൻ രാമലക്ഷ്മണന്മാരെ വീണ്ടെടുക്കാൻ വേണ്ടി പാതാളത്തിലേക്ക് പോവാണ്. വളരെ നെഗറ്റീവായിട്ടുള്ള സ്റ്റോറി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു അധോലോകം ഈ രാജാക്കന്മാരുടെയൊക്കെ മനസ്സിൽ ഒരുപക്ഷെ അധികാരമായിരിക്കാം, അധികാര നഷ്ടമായിരിക്കാം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കാലത്ത് ആത്മഹത്യ ചെയ്ത 1761 65 ഈ ഒരു സാമൂതിരി രാജാവ്, അദ്ദേഹം മരുന്നറയ്ക്ക് തീ കൊളുത്തി മരിച്ചു എന്നാണ്. മരുന്നറയ്ക്ക് തീ കൊളുത്തി മരിച്ച ഒരു രാജാവുണ്ട്. 1766 മേടൻ ഞായറിലെ അഗ്നിപ്രവേശം എന്നാണ് പറയുന്നത്. അത് ഈ കോഴിക്കോട് ഗ്രന്ഥവരികളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെള്ളയുടെ ചരിത്രം എന്നുള്ള മലയാളത്തിലെ ഒരുപക്ഷെ ആദ്യത്തെ എന്ന് വിളിക്കാവുന്ന ചരിത്ര പുസ്തകത്തിൽ വെള്ളയിൽ നമ്പൂതിരി എഴുതിയ ചരിത്ര പുസ്തകത്തിൽ പന്നിയൂർ ഗ്രാമക്കാരനായ നമ്പൂതിരിയാണ്. വെള്ളയിൽ നമ്പൂതിരി എഴുതിയ ചരിത്ര കൃതിയിൽ, വെള്ളയുടെ ചരിത്രത്തിൽ ഈ കഥ പറയുന്നുണ്ട്. സാമൂതിരി ആത്മഹത്യ ചെയ്യാണ് ചെയ്തത്. ആത്മഹത്യ ചെയ്തു സാമൂതിരി. അതേപോലെ വടക്കൻ പാട്ടുകളിൽ ഇങ്ങനെ ആത്മഹത്യ ചെയ്ത രാജാക്കന്മാരുടെ ചെറു രാജാക്കന്മാരുടെ കഥകൾ പലതും ഉണ്ട്. എടച്ചേരിത്തോട്ടത്തിൽ കുഞ്ഞിക്കേളപ്പൻ്റെ കഥ പറയുന്നൊരു പാട്ടുണ്ട്. അല്ലെങ്കിൽ തൃക്കൈക്കുന്നുവാണ തമ്പുരാനെ പറ്റിയിട്ടുള്ള ഒരു തച്ചോളി പാട്ടുണ്ട്. പഴശ്ശി തമ്പുരാൻ്റെ വടക്കൻ പാട്ടുണ്ട്. ഓലത്തിരി രാജിലെ കുഞ്ഞിക്കണ്ണൻ്റെ പാട്ടുണ്ട്. ഈ പാട്ടുകളിലൊക്കെ തിരോധാനം ചെയ്യുകയോ അല്ലെങ്കിൽ ആത്മാഹുതിയിലേക്ക് എത്തിപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന അധികാരികളുടെ കഥ പറയുന്നുണ്ട്. നളനും ഒരു തരത്തിൽ ആത്മഹത്യയുടെ വക്കിൽ കൂടെ കടന്നുപോയ ഒരാളാണ്, അല്ലേ? അതിന് പാകത്തിന് അയാളിൽ ഒരു അധോലോകം ഉണ്ടായിരുന്നു, ഒരു ഇരുണ്ട ലോകം ഉണ്ടായിരുന്നു, അല്ലേ? ആത്മഹത്യയിലേക്ക് വേണമെങ്കിൽ പോകാമായിരുന്നു, പോയില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം മറികടക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു ഇത്രയേ ഉള്ളൂ. ഒരു പക്ഷേ താൻ ജീവിച്ച കാലത്തിലെ ഈ തനിക്ക് പരിചയമുള്ള ഈ കൊച്ചി രാജ്യത്തെയൊക്കെ ഇളയപുരക്കന്മാരുടെ ഏതെങ്കിലും കൂറു മത്സരത്തിലെയൊക്കെ കണ്ടിട്ടുള്ള അന്നത്തെ ഈ അധികാര നഷ്ടമുണ്ടാക്കിയ വിജനതയുണ്ടല്ലോ, അതാണ് അധികാര നഷ്ടമുണ്ടാക്കിയ വിജനത. അത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നു. ലാറ്റിൻ അമേരിക്കൻ നോവലുകളിൽ 20-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടുള്ള ലാറ്റിൻ അമേരിക്കൻ നോവലുകളിൽ പലതിലും അധികാരം നഷ്ടപ്പെട്ടപ്പോ ഭരണാധികാരികൾക്കുണ്ടായ ഏകാന്തത വിവരിക്കുന്നുണ്ട്. മാർക്കേസിനെ പോലെയൊക്കെയുള്ള എഴുത്തുകാർ വരെ വിവരിക്കുന്നു.
അധികാരം നഷ്ടപ്പെട്ടപ്പോണ്ടായ ആ ഏകാന്തതയുണ്ടല്ലോ, അങ്ങനെയൊരു ഏകാന്തത ഈ നളനിൽ നമുക്ക് വേണമെങ്കിൽ കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ്. വേണമെങ്കിൽ കണ്ടെത്താൻ പറ്റും. ഞാൻ വിചാരിക്കുന്നില്ല ഉണ്ണായി വാര്യർ സ്വന്തം ജീവിതത്തിൽ നിന്ന് കണ്ടെടുത്ത ഒന്നാണ് ഈ കഥാപാത്രമെന്ന്. മഹാഭാരതത്തിലെ കഥാപാത്രമാണ് നമുക്കറിയാം. പക്ഷേ താൻ ജീവിച്ച കാലത്തിൻ്റെ ഈ ഒരു ഏകാന്തത, ആ ഏകാന്തത രാജാക്കന്മാർക്ക് മാത്രമുള്ളതല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. രാജാക്കന്മാർക്ക് മാത്രമൊന്നുമുള്ള അല്ലാതെ എല്ലാവർക്കും ഉണ്ടായത്. ഒന്നാമത് നമ്മുടെ രാജാക്കന്മാരൊന്നും അത്ര വലിയൊരു ഇതിനൊരു ചോദ്യമുണ്ട്. പുഷ്കരനോട് കളി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നളനും നീയും തമ്മിൽ എന്താ ഭേദം എന്ന്, അല്ലേ? അല്ലേ? നല്ല രസകരമായിട്ടുള്ളൊരു ചോദ്യമാണ്. നളനും നീയും തമ്മിൽ എന്താ ഭേദം എന്ന് ചോദിക്കുന്നത്. ഭേദം ഇല്ല എന്നാണ് പറയണത്. നളനും നീയും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലടോ എന്നാണ് പറയണത്. സത്യത്തിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. കാരണം അന്നത്തെ രാജാക്കന്മാർക്ക് നികുതി പിരിക്കാനുള്ള അവകാശമൊന്നും ഉണ്ടായിരുന്നില്ല. പൊതുവെ കേരളത്തിൽ രാജാക്കന്മാർക്ക് ഭൂമി ഉണ്ടായിരുന്നു. അത് ചേരിക്കൽ ഭൂമി എന്നറിയപ്പെട്ടു. ദേവസ്വം ഭൂമിയിൽ നിന്നും ബ്രഹ്മസ്വം ഭൂമിയിൽ നിന്നും നികുതി പിരിക്കാൻ ഈ രാജാവിന് അധികാരം ഉണ്ടായിരുന്നോ? ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ദേവസ്വം ശാപാണല്ലോ വരിക, ശാപാണ്. ദേവശാപവും ബ്രഹ്മശാപമാണ്. രാജാവിന് ആഗ്രഹമൊക്കെ ഉണ്ടാവും. ആഗ്രഹമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് തൃപ്പടിദാനമൊക്കെ അവിടെ നടന്നത്. ഈ ഭൂമി മുഴുവൻ അങ്ങടെ. അപ്പം ഇന്ന് ദേവസ്വം ബ്രഹ്മസ്വം ഒന്നും ഇല്ലല്ലോ, അല്ലേ? എല്ലാം ഒന്നായി, എല്ലാം ഒന്നാക്കുകയാണ് ചെയ്ത്. മാർത്താണ്ഡവർമ്മ എല്ലാം ഒന്നാക്കുകയാണ് ചെയ്ത്. എല്ലാ ഭൂമിയും തൻ്റെ കീഴിൽ കൊണ്ടുവരാൻ വന്നൊരു വിദ്യ ആയിരുന്നു അത്. എല്ലാം ഒന്നാക്കി. അപ്പോൾ നികുതി പിരിക്കാനുള്ള അവകാശവും കിട്ടി മൊത്തം. പക്ഷേ അത് വളരെ വൈകി തിരുവിതാംകൂറിൽ സംഭവിച്ച കാര്യമാണ്. അതിന് മുമ്പ് ഒന്നും കേരളത്തിൽ മറ്റൊരിടത്തും അങ്ങനെ നികുതി, എല്ലാ ഭൂമിയിൽ നിന്നും നികുതി പിരിക്കാനുള്ള പവറൊന്നും രാജാവിന് ഉണ്ടായിരുന്നില്ല. രാജാവിന് വളരെ ചെറിയ അധികാരം ഉണ്ടായിരുന്നുള്ളൂ. അത്ര വലിയ രാജാക്കന്മാരും ഉണ്ടായിരുന്നില്ല. ഈ രാജകുടുംബങ്ങളിലാണ്, ഇങ്ങനെയുള്ള രാജകുടുംബങ്ങളിലാണ് 18-ാം നൂറ്റാണ്ടിലെ കലഹം തുടങ്ങിയത്. ഈ കൂറുമത്സരങ്ങൾ തുടങ്ങിയത്. കൂറുമാറ് മലയാളിയുടെ ഒരു സ്വഭാവത്തിലുള്ള സംഗതിയുണ്ടോ? ഇന്നും ഉണ്ട്. ഈ കൂറുമാറ്റത്തിൻ്റെ ചരിത്രം ഒന്ന് പഠിക്കേണ്ടതാ ശരിക്ക്. കൂറുമാറ്റത്തിൻ്റെ ചരിത്രം പഠിച്ചാൽ നമ്മൾ ആ 17-18 നൂറ്റാണ്ടിലെ അന്നത്തെ ഈ കേരള രാഷ്ട്രീയത്തിലേക്കാണ് എത്തുക എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ശരി, ആ അന്നത്തെ കാലത്തിൻ്റെ ഒരു ലോൺലിനെസ്, ഒരു ഏകാന്തത, താൻ ജീവിച്ച കാലത്തിൻ്റെ ഏകാന്തത കൂടി കലർന്നതാണ് നളചരിതം ആട്ടക്കഥ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞതൊന്നും ഒരുപക്ഷെ അരങ്ങുമായിട്ട്, അതാ ഞാൻ പറഞ്ഞ അരങ്ങുമായിട്ടുള്ള എൻ്റെ അരങ്ങി നളചരിതം ആടിക്കാണുമ്പോൾ ഇതൊക്കെ എത്ര കണ്ട് ഈ പറഞ്ഞതൊക്കെ എത്ര കണ്ട് അവിടെ പ്രസക്തമാണെന്ന് എനിക്കറിയില്ല. ഒരു സാഹിത്യകൃതി എന്ന നിലയിൽ വായിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒന്ന് രണ്ട് നിരീക്ഷണങ്ങൾ അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. ഈ ഒരു ഏകാന്തതയുടെ ആഴം വ്യക്തമാക്കുന്ന കൃതിയാണ് ഏകാന്തതയുടെ വിജനത. അധികാരത്തിൻ്റെ വിജനത അവതരിപ്പിക്കുന്ന ഒരു കൃതി കൂടിയാണ് നളചരിതം. അത് അദ്ദേഹം ജീവിച്ച കാലത്തിൻ്റെ, അന്നത്തെ കേരളത്തിൻ്റെ ഏകാന്തത കൂടി അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. നന്ദി. വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചത്. നമ്മുടെ ഒന്നും ചിന്തയിൽ ഞാൻ പറയാണ്, വരാത്ത ഒരു അധികാരത്തിൻ്റെ വിജനത, ഏകാന്തതയുടെ എന്തൊക്കെ ആ ഒരു കാഴ്ചപ്പാട്, ഒരു കവിയുടെ മനസ്സ് നമ്മളതിൽ കാണുന്നു. ആ നളചരിതം എഴുതിയ കവിയുടെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൻ്റെ ഒരു ചരിത്രം പുതിയ വായന നമ്മളിലേക്ക് എത്തിച്ചു തന്ന ശ്രീ രാമന് നന്ദി അറിയിക്കുന്നു. ആർക്കെങ്കിലും കൂടുതൽ സംസാരിച്ചതിനെ കുറ്റി പറയാൻ ഉണ്ടെങ്കിൽ വരണം, ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത ചടങ്ങിലേക്ക് പോകും. നമ്മുടെ ഇന്ന് ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ പി രാമന് നമ്മുടെ സുവർണ മുദ്രണം നൽകി ആദരിക്കുന്നതിന് കാവനാട്ടിനെ അപേക്ഷിക്കുന്നു. ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കട്ടെ. ഞാൻ പറഞ്ഞതിനോട് പറയണമെന്ന് വിചാരിച്ചാണ് വിട്ടുപോയതാണ്. ഒന്നുമില്ല, ഒരു താരതമ്യമാണ്. ഷേക്സ്പിയറുടെ നാടകങ്ങളിൽ ഷേക്സ്പിയർ പ്രത്യേകിച്ചും ആദ്യകാലത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ സംവിധായകൻ നാടകകൃത്ത് എന്നതിൽ പ്രശസ്തരാകുന്ന ആദ്യഘട്ടത്തിൽ അദ്ദേഹം എഴുതിയ നാടകങ്ങളൊക്കെ
ഈ അന്നത്തെ രാജാക്കന്മാരുടെ ചരിത്രം, ഈ എന്താ പറയുക, അല്ലേ, ഹെൻറി 4, 5, അതെ, അങ്ങനെയുള്ള അല്ലേ, ഇങ്ങനെയുള്ള രാജാക്കന്മാരുടെ ചരിത്രമാണ് അദ്ദേഹം അതിനു വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതൊരു വെറുതെ ഒരു കൗതുകത്തിന് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ.